സംഘർഷഭരിതമായ ഒരു മനസ്സുമായി നമ്മളെല്ലാവരും ഇവിടെ ഒത്തുചേർന്നിട്ടുള്ളത്. പശ്ചിമേഷ്യയിൽ യുദ്ധം അശാന്തി വിതച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇസ്ലാമിക രാജ്യങ്ങൾ ഏറെ ആശങ്കയിൽ നിലകൊള്ളുമ്പോൾ പ്രാർത്ഥന നിർഭരമായി അക്രമികളുടെ പതനത്തിനു വേണ്ടി കൈകൾ ഉയർത്തേണ്ടുന്ന ഒരു ഘട്ടത്തിലാണ് നമ്മളുള്ളത്. ഇസ്ലാമിക രാജ്യങ്ങളിൽ ബഹുഭൂരിപക്ഷ രാജ്യങ്ങളിലും സംഘർഷം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പല രീതിയിലുള്ള പ്രയാസങ്ങളിലൂടെ ഇസ്ലാമിക ലോകം ഇപ്പോൾ തന്നെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കൂടെയാണ് ഒരു യുദ്ധത്തിൻ്റെ ഭീതി കൂടി പടർന്നിരിക്കുന്നത്. അള്ളാഹു അവരിൽ നിർഭയത്വം പകർന്നു കൊടുക്കുമാറാകട്ടെ. അക്രമികൾക്ക് അവരുടെ അക്രമത്തിന് കണക്കായ ശിക്ഷ റബ്ബ് നൽകുമാറാകട്ടെ. പ്രിയമുള്ളവരെ, പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം വളർത്തിയെടുത്ത അദ്ദേഹത്തിൻ്റെ അനുചരന്മാർ അവരുടെ ജീവിതത്തിൽ വലിയ മാതൃകകൾ നമുക്ക് പകർന്നു നൽകിയിട്ടുണ്ട്. അവരുടെ ജീവിതം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ കർമ്മങ്ങൾ ഓരോന്നും പകർത്തിയെടുത്ത് നമ്മുടെ ജീവിതത്തിൽ ആവാഹിച്ച് നമ്മൾ മുന്നോട്ട് പോകേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആൻ ആ ഒരു സമൂഹത്തെക്കുറിച്ച് പറഞ്ഞത് വസ്സാബിഖൂന അസ്സാബിഖൂൻ ഉലൈകൽ മുഖറബൂൻ ഫി ജന്നാത്തിൻ നഈം എന്നാണ്. വസ്സാബിഖൂന അസ്സാബിഖൂൻ, അവർ നന്മയിൽ മുൻകടന്നു പോയവരാണ്. ഉലൈകൽ മുഖറബൂൻ, അതുകൊണ്ട് അവർക്ക് ദൈവ സാമീപ്യം സിദ്ധിച്ചിട്ടുണ്ട്. അള്ളാഹുവിന് ഏറ്റവും പ്രിയങ്കരായിട്ടുള്ളവരാണവർ. ഫി ജന്നാത്തിൻ നഈം, അവർ അനുഗ്രഹങ്ങളുടെ തോപ്പുകളിലാകുന്നു. അവരുടെ കർമ്മഫലങ്ങളുടെ അനന്തരമായി ലഭിക്കുന്ന ഓരോ മനുഷ്യൻ്റെയും ജന്മാഭിലാഷമായ പാരത്രിക ലോകത്തിലെ സ്വർഗം എന്ന അനുഗ്രഹങ്ങളുടെ തോട്ടം, അതിൻ്റെ അവകാശികളാകുന്നു അവർ. ഇത് അവരുടെ കർമ്മഫലം കൊണ്ട് അവർക്ക് ലഭിക്കുന്നതാണ്. പിന്നീട് ഖുർആൻ പറയുന്നത് സുല്ലത്തും മിനൽ അവ്വലീൻ, പൂർവികരിൽ നിന്ന് ഈ അനുഗ്രഹങ്ങളുടെ തോട്ടത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു വലിയ വിഭാഗം ആളുകളുണ്ട്. വഖലീലും മിനൽ ആഖിരീൻ, പിന്നീട് വരുന്ന ജനങ്ങളിൽ നിന്ന് വളരെ കുറച്ചാളുകൾ ആണ് ആ ഭാഗ്യം നേടുന്നവർ. പിന്നീട് വന്ന ഒരു സമൂഹം എന്ന നിലയിൽ വളരെ കുറച്ചാളുകൾക്ക് മാത്രം ലഭിക്കുന്ന ആ ഒരു ഭാഗ്യം നമുക്ക് കൂടി ലഭിക്കണം എന്ന ആഗ്രഹത്തിൽ ജീവിക്കുന്നവരാണ് നമ്മൾ. നമ്മുടെ ആരാധനകളും വ്രതാനുഷ്ഠാനവും എല്ലാം നാം ആഗ്രഹിക്കുന്നത് അതിലൂടെയൊക്കെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഈ അധ്വാനിക്കുന്നതിലൂടെയൊക്കെ സ്വർഗപ്രാപ്തി ഉണ്ടാകണം എന്നതാണ്. പൂർവികരായ അവർ ഒരു വലിയ വിഭാഗം ആളുകൾ കടന്നു പോകുന്ന അനുഗ്രഹങ്ങളുടെ ആ ആരാമത്തിലേക്ക് കടന്നു പോകാനുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്കേവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, പ്രവാചക പത്നിമാരിൽ വളരെ പ്രഗത്ഭയായ ഒരാളാണ് ഉമ്മു സലമ റളിയല്ലാഹു അൻഹ. സത്യസാക്ഷ്യം സ്വീകരിച്ചതിൻ്റെ പേരിൽ ജീവിതത്തിൽ വലിയ പരീക്ഷണങ്ങൾക്ക് വിധേയയാകേണ്ടി വന്ന ഒരു സ്ത്രീയാണവർ. ഖുറൈശ് ഗോത്രത്തിലെ വളരെ പ്രഗത്ഭരായ ബനു മക്സൂം ഗോത്രത്തിലാണ് ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ജനിക്കുന്നത്. അവരുടെ യഥാർത്ഥ പേര് ഹിന്ദ് ബിൻത്ത് അബി ഉമയ്യ ഇബ്നു മുഗീറ എന്നാണ്. ഖുറൈശ് കുടുംബത്തിൽ വളരെ പ്രഗത്ഭരായ ഗോത്രങ്ങളിൽ ഒന്നാണ്, അല്ലെങ്കിൽ വംശങ്ങളിൽ ഒന്നാണ് ബനു മക്സൂം. അബൂജഹലിനെ പോലെ, വലീദ് ബിൻ മുഗീറയെ പോലെയുള്ള ആളുകളൊക്കെ ആ ഗോത്രത്തിൽ നിന്ന് കടന്നു വരുന്നവരാണ്. ബനു മക്സൂം ഗോത്രത്തിൻ്റെ ഗോത്രത്തലവനായ അബൂ ഉമയ്യ എന്നിവരുടെ മകളായിക്കൊണ്ടാണ് ഹിന്ദ് ജനിക്കുന്നത്. അവരുടെ ആദ്യകാലത്തെ ജീവിതത്തെപ്പറ്റി നമുക്ക് വളരെയധികം ഒന്നും ചരിത്ര പുസ്തകങ്ങളിൽ കണ്ടെത്താൻ കഴിയുന്നില്ല. അവർ വിവാഹം കഴിക്കുന്നത് അബൂ സലമ റളിയല്ലാഹു അൻഹുവിനെയാണ്. അബൂ സലമ റളിയല്ലാഹു അൻഹു അബ്ദുല്ല ഇബ്നു അബ്ദുൽ അസദ് റളിയല്ലാഹു അൻഹു, അതാണ് അദ്ദേഹത്തിൻ്റെ ശരിക്കുള്ള പേര്. അബ്ദുല്ല ഇബ്നു അബ്ദുൽ അസദ് പ്രവാചകന്റെ അമ്മായിയുടെ മകനാണ്.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു അമ്മായിയായിരുന്ന ഉമൈറ എന്നിവരുടെ മകനായിക്കൊണ്ടാണ് അബ്ദുള്ള ജനിക്കുന്നത്. ബനു മക്സൂം ഗോത്രക്കാരൻ തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ പിതാവ് അബ്ദുൽ അസദ്. ഈ രണ്ടാളുകൾ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുകയും അവരുടെ ജീവിതം പിന്നീട് ഇസ്ലാമിലേക്ക് വരികയും അതിൻ്റെ മുമ്പുള്ള ഒരു ചരിത്രം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വളരെ വിശദമായി ചരിത്ര പുസ്തകങ്ങളിലുമൊന്നും നമുക്ക് കാണാൻ കഴിയുന്നില്ല. എന്നാൽ അബൂ സലമ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ചത് അർഖം ഇബ്നു അബി അർഖം റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിൽ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രബോധന പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിൻ്റെ മുമ്പാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ചില ചരിത്രകാരന്മാരൊക്കെ പറയുന്നത് 11ാമതായിക്കൊണ്ട് ഇസ്ലാം സ്വീകരിച്ചു അബൂ സലമ റളിയല്ലാഹു അൻഹു എന്നാണ്. അപ്പോൾ തുടക്കത്തിൽ തന്നെ ഈ മതത്തിലേക്ക് കടന്നു വന്ന പ്രവാചകന്റെ അടുത്ത ഒരു ബന്ധു കൂടിയായ, പ്രവാചകനോടൊരു മുലകുടി ബന്ധത്തിലുള്ള സഹോദരൻ കൂടിയാണ് അബൂ സലമ റളിയല്ലാഹു അൻഹു. പ്രവാചകന് സുവൈബ എന്ന് പറയുന്നൊരു സ്ത്രീ മുല കൊടുക്കുന്നുണ്ട്. അവർ തന്നെ അബൂ സലമ റളിയല്ലാഹു അൻഹുവിന് മുല കൊടുക്കുന്നതായി ചരിത്രത്തിൽ കാണാം. അപ്പോൾ വളരെ ആരംഭത്തിൽ ഈ മതത്തിലേക്ക് കടന്നു വന്ന ഒരു വ്യക്തി, അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ച് അല്പം കഴിയുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഇസ്ലാമിലേക്ക് വരുന്നുണ്ട്. 14ാമതൊക്കെയായി ഇസ്ലാം സ്വീകരിച്ചു എന്ന് ചരിത്ര പുസ്തകത്തിൽ കാണാം. ഈ ദമ്പതിമാർ ചരിത്രത്തിൽ അറിയപ്പെടുന്നത് ഇസ്ലാമിക ചരിത്രത്തിൽ ഉണ്ടായിട്ടുള്ള 3 ഹിജറകളിലും പങ്കെടുത്തവരായിരുന്നു ഇവർ. 3 ഹിജറ ചരിത്രത്തിൽ അങ്ങനെ നമുക്ക് കാണാം. അബ്സീനിയയിലേക്ക് 2 ഹിജറ പോകുന്നുണ്ട്. പിന്നെ യത്രിബിലേക്ക്, മദീനയിലേക്ക് മറ്റൊരു ഹിജറയും. അബ്സീനിയയിലേക്ക് ഹിജറ പോയ പ്രഥമ സംഘത്തിൽ ഈ ദമ്പതിമാരുണ്ടായിരുന്നു. അബ്സീനിയയിലെത്തി. പിന്നീട് അവർ കേട്ടു മക്കയിലെ ഖുറൈശികളൊക്കെ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്, അവർ ഇസ്ലാമിനോടുള്ള വെറുപ്പൊക്കെ അവസാനിപ്പിച്ചിട്ടുണ്ട് എന്ന് കേട്ടപ്പോൾ തിരിച്ച് മക്കയിലേക്ക് തന്നെ അവർ വന്നു. മക്കയിലെത്തിയപ്പോഴാണ് അവരറിഞ്ഞത് അത് ഒരു പ്രചരണം മാത്രമായിരുന്നു, ഖുറൈശികളാരും ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല. വീണ്ടും അവർ അബ്സീനിയയിലേക്ക് തന്നെ ഹിജറ പോരുകയാണ്. അബ്സീനിയയിലേക്ക് ഹിജറ പോരുക എന്ന് പറഞ്ഞാൽ, അബ്സീനിയ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ നിലകൊള്ളുന്ന ഒരു രാജ്യമാണ്. മക്കയിൽ നിന്ന് അബ്സീനിയയിലെത്തണം. അവർ യാത്ര പോയിട്ടുള്ളത് കടൽ കടന്നുകൊണ്ടാണ്. കടൽ കടന്നുകൊണ്ട് മക്കയുടെ അടുത്തുള്ള ജിദ്ദ, ആ ഭാഗത്തുള്ള കടൽ അവിടെ നിന്ന് കപ്പൽ കയറി ചെങ്കടൽ കടന്ന് അബ്സീനിയയിലേക്ക് അവർ യാത്ര പോകുന്നത്. അപ്പോൾ വലിയ ത്യാഗപൂർണമായ യാത്രയാണ് നിർവഹിച്ചിട്ടുള്ളത്. 2 യാത്രയിലും ആ ദമ്പതിമാരുണ്ട്. അബ്സീനിയയിലെ ഇസ്ലാമിക കാലത്തെക്കുറിച്ച് ജഅഫർ ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു, നജ്ജാശി റളിയല്ലാഹു അൻഹുവുമൊക്കെയായി നടത്തുന്ന സംവാദവും സംസാരവും അവിടുത്തെ ഇസ്ലാമിൻ്റെ വ്യാപനത്തെക്കുറിച്ചൊക്കെയുള്ള ഹദീസുകൾ നമുക്ക് ഇപ്പോൾ ലഭ്യമാകുന്നത് ഉമ്മു സലമ റളിയല്ലാഹു അൻഹയിലൂടെയാണ്. അവർ ഒരു പണ്ഡിതയായിരുന്നു, ഹദീസ് നിവേദകയാണ്, ഒരു ചരിത്രകാരി കൂടിയാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഒരു ചരിത്രകാരിയുടെ എല്ലാ തരത്തിലുമുള്ള സവിശേഷതകൾ അവരുടെ ആഖ്യാനങ്ങളിൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അബ്സീനിയയെക്കുറിച്ച്, ആദ്യകാലത്തെ ഇസ്ലാമിൻ്റെ പ്രചാരണത്തെക്കുറിച്ച്, ആ ഭാഗങ്ങളിലെ പ്രചാരണത്തെക്കുറിച്ച് നമുക്ക് അറിവ് പകരുന്നത് ഉമ്മു സലമ റളിയല്ലാഹു അൻഹയാണ്. അപ്പം 2 ഹിജറ യത്രിബിലേക്ക്, മദീനയിലേക്ക് പോകുന്നതിൻ്റെ മുമ്പ് തന്നെ ഈ ദമ്പതിമാർ പൂർത്തിയാക്കിയിട്ടുണ്ട്. പിന്നെ പ്രവാചകൻ മദീനയിലേക്ക് പോകുന്നു, യത്രിബിലേക്ക് പോകുന്നു എന്ന വാർത്തയറിഞ്ഞ് അവർ അബ്സീനിയയിൽ നിന്ന് വീണ്ടും മക്കയിലേക്ക് വന്നു. മക്കയിൽ വന്ന് യത്രിബിലേക്കുള്ള യാത്രക്ക് വേണ്ടി ഒരുങ്ങുകയാണ്. സലമ റളിയല്ലാഹു അൻഹു അവരുടെ ആൺകുട്ടിയാണ്. അബ്സീനിയയിൽ വെച്ചാണ് സലമ ജനിക്കുന്നത്. ഈ 3 ആളുകളും അവരുടെ യാത്രക്കൊരുങ്ങി. യാത്ര പോകാൻ പുറപ്പെട്ട് അവർ തങ്ങളുടെ ഒട്ടകപ്പുറത്ത് കയറിയപ്പോഴാണ് ബനു മക്സൂം ഗോത്രക്കാർ കടന്നു വരുന്നത്. അവർ ഇവരെ 3 ആളുകളെയും തടഞ്ഞു വെച്ചു, യാത്ര പോകാൻ അനുവദിച്ചില്ല. മക്സൂം ഗോത്രത്തിലെ ബനു ഉമയ്യ, അതിൻ്റെ ഗോത്രത്തലവൻ്റെ ഏറ്റവും അടുത്ത ആളുകളായിരുന്നു ഈ യാത്ര തടസ്സപ്പെടുത്തിയത്. അവർ അബൂ സലമയെ വെറുതെ വിട്ടു, നിങ്ങൾ പോയിക്കോ. അബൂ സലമ ഒരു ബോധമില്ലാത്ത മനുഷ്യനാണ്, അതുകൊണ്ട് അവനെ തടഞ്ഞു വെക്കേണ്ടതില്ല, അദ്ദേഹം പൊയ്ക്കൊള്ളട്ടെ എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ യാത്രക്ക് അനുവദിക്കുകയും ഉമ്മു സലമ റളിയല്ലാഹു അൻഹയെയും
അവരുടെ മകൻ സലമ റളിയല്ലാഹു അൻഹുവിനെയും അവർ തടഞ്ഞു വെച്ചു. അവർ തൻ്റെ ഭർത്താവിൽ നിന്നുള്ളൊരു വേർപാടിലേക്ക് പോവുകയാണ്. വളരെ വലിയ ഒരു പരീക്ഷണത്തിനാണ് ഈ സത്യസാക്ഷ്യം സ്വീകരിച്ചതിൻ്റെ പേരിൽ അവർ വിധേയരാകുന്നത്. പിന്നീട് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ അബൂ സലമ റളിയല്ലാഹു അൻഹുവിൻ്റെ ഗോത്രക്കാർ വന്ന് അവരെന്ത് ചെയ്തു? ഈ ഉമ്മു സലമ അവരുടെ ഗോത്രക്കാരാണ് അബൂ സലമയെയും തൻ്റെ ഭാര്യയെയും വേർപിരിച്ചത് എന്നതുകൊണ്ട് മകനെ ഉമ്മു സലമ റളിയല്ലാഹു അൻഹയിൽ നിന്ന് അവരും വേർപ്പെടുത്തി. മകൻ പിതാവിനോട് ചേർന്ന് നിൽക്കേണ്ടവനാണ്, മാതാവിനോടൊപ്പമല്ല നിൽക്കേണ്ടത്. അതുകൊണ്ട് അവനെ പിതാവിൻ്റെ ഗോത്രമായ ഞങ്ങൾ കൊണ്ടുപോകാണ് എന്ന് പറഞ്ഞ് അബ്ദുൽ അസദിൻ്റെ ഗോത്രക്കാർ മകൻ സലമയെയും എടുത്തുകൊണ്ട് പോകാണ്. ഭർത്താവിൽ നിന്ന് മകനിൽ നിന്ന് പിരിഞ്ഞു നിൽക്കേണ്ടുന്ന ഒരവസ്ഥ ഉമ്മു സലമ റളിയല്ലാഹു അൻഹയ്ക്ക് വരികയാണ്. അവർ എന്നും കഅബയുടെ അടുക്കൽ ചെന്ന് കരഞ്ഞു പ്രാർത്ഥിക്കും. ഇത് ആഴ്ചകൾ പിന്നിട്ടു, മാസങ്ങൾ പിന്നിട്ടു, ഒരു വർഷത്തോളം വിരഹത്തിൻ്റെ വേർപാട് ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ജീവിതത്തിൽ അനുഭവിക്കുകയാണ്. നമ്മൾ ആലോചിക്കണം, ഏറ്റവും പ്രിയപ്പെട്ട, തൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട പ്രിയതമൻ, താൻ നൊന്തു പ്രസവിച്ച തൻ്റെ മകൻ, ആ രണ്ടാളുകളെയും താൻ സ്വീകരിച്ച വിശ്വാസത്തിനു വേണ്ടി പിരിഞ്ഞു നിൽക്കേണ്ടി വരികയാണ് ആ മഹദിക്ക്. കഅബയുടെ അടുക്കൽ വന്ന് എന്നും കരഞ്ഞു പ്രാർത്ഥിക്കുന്ന ഉമ്മു സലമ റളിയല്ലാഹു അൻഹയെ കണ്ട ബനൂ മക്സൂം ഗോത്രക്കാരുടെ മനസ്സലിയാണ്. അവരവസാനം മകനെ കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. മകൻ സലമയെ ഉമ്മു സലമ റളിയല്ലാഹു അൻഹയ്ക്ക് തിരിച്ചു കൊടുത്തു. അപ്പോഴും അവരുടെ വേദന മാറുന്നില്ല. പ്രിയതമൻ തന്നോടൊപ്പമല്ല. അവസാനം അവർക്ക് കൂടി യാത്രക്ക് അനുവാദം ലഭിക്കുകയാണ്. ഇവരുടെ വിഷമവും കരച്ചിലുമൊക്കെ കണ്ട് യാത്രക്ക് അനുവാദം കിട്ടി. പക്ഷേ മക്കയിൽ നിന്ന് മദീനയിലേക്ക് യാത്ര പോകണം. 10-12 ദിവസത്തെ വഴിദൂരമുണ്ട്. ദുർഘടമായ വഴിയാണ്, മരുഭൂമിയാണ്, ആരോരും കൂട്ടിനായി വരാനില്ല. മുസ്ലിങ്ങളെല്ലാം ഹിജറ പോയി മദീനയിൽ എത്തിയിട്ടുണ്ട്. എന്നാലും ഉമ്മു സലമ റളിയല്ലാഹു അൻഹ യാത്ര പുറപ്പെടാൻ തീരുമാനിക്കണം. തൻ്റെ മകൻ സലമയെയും കൂട്ടി ഒരൊട്ടകപ്പുറത്ത് ഒറ്റക്ക് അവർ യാത്ര പോവുകയാണ്. താൻ സ്വീകരിച്ച വിശ്വാസം അത് തൻ്റെ ജീവിതത്തിൽ നിലനിൽക്കണം. തന്നോടൊപ്പം ആ ദൈവമാർഗത്തിൽ ഉള്ള തൻ്റെ ഭർത്താവിനോടൊപ്പം തനിക്ക് ചേരണം എന്ന ആഗ്രഹവുമായി ആ വനിത ഒറ്റക്ക് 11 ദിവസത്തെ വഴിദൂരം പുറപ്പെടാൻ വേണ്ടി നിശ്ചയിച്ച് അവർ പുറത്തിറങ്ങി, യാത്ര ആരംഭിച്ചു. ആ യാത്രയിൽ വെച്ച് അവർക്ക് ഒരു സഹായിയെ കിട്ടുകയും ഉസ്മാൻ ബിൻ ത്വൽഹ റളിയല്ലാഹു അൻഹു, അദ്ദേഹം അപ്പം ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല. പിന്നീട് മക്ക ഫത്ഹിൻ്റെ സമയത്താണ് ഉസ്മാൻ ബിൻ ത്വൽഹ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിക്കുന്നത്. പക്ഷേ അദ്ദേഹം യത്രിബിൽ നിന്ന് മദീനയിൽ നിന്ന് മക്കയിലേക്ക് വരുമ്പോഴാണ് ഒരു സ്ത്രീയും ഒരു കുട്ടിയും ഒറ്റയ്ക്ക് യാത്ര പോകുന്നത്. ആരാണ് എന്താണ് എന്നൊക്കെ ചോദിച്ചപ്പോൾ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ കാര്യം പറഞ്ഞു. ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ അടുക്കലേക്ക് മദീനയിലേക്ക് പോകാണ്. ആരാണ് നിങ്ങളോടൊപ്പമുള്ളത്? ആരുമില്ല, ഞാൻ ഏകയാണ്, ഒറ്റക്കാണ്, അള്ളാഹു എൻ്റെ കൂടെയുണ്ട്. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ മറുപടി പറഞ്ഞു. ഉസ്മാൻ ബിൻ ത്വൽഹ റളിയല്ലാഹു അൻഹു വളരെ മാന്യനായ ഒരു മനുഷ്യനാണ്. അദ്ദേഹം അബൂദർ ഫാമിലിയിൽപ്പെട്ട കുടുംബത്തിൽപ്പെട്ടയാളാണ്. പ്രവാചകന്റെ തന്നെ ഖുറൈശ് ഗോത്രത്തിലെ ബനു ഹാഷിം വംശത്തിൻ്റെ ഒരു കൈവഴിയാണ് അബൂദർ കുടുംബം, അതിൽപ്പെട്ടയാളാണ്. അദ്ദേഹം പറഞ്ഞു, ഞാൻ നിങ്ങളെ യത്രിബിലെത്തിക്കാം, കാരണം അത്ര എളുപ്പമല്ല അങ്ങോട്ട് പോകാൻ. എന്നിട്ട് ഉമ്മു സലമ റളിയല്ലാഹു അൻഹയെ ഒട്ടകത്തെ അനുഗമിച്ച് ഉമ്മു സലമ റളിയല്ലാഹു അൻഹ തന്നെ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ആ യാത്രയിൽ അദ്ദേഹം എന്നോട് വേറെ ഒന്നും സംസാരിച്ചിട്ടില്ല, എന്നിൽ നിന്നൊരു നിശ്ചിത ദൂരം പാലിച്ചുകൊണ്ടാണ് അദ്ദേഹം നടന്നത്. അങ്ങനെ എൻ്റെ സുരക്ഷ ഉറപ്പുവരുത്തിക്കൊണ്ട് എന്നെ അദ്ദേഹം പ്രവാചകന്റെ നഗരിയിലെത്തിച്ചു, എൻ്റെ ഭർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു. എന്നിട്ടൊരു പാരിതോഷികവും വാങ്ങാതെ ആ മനുഷ്യൻ തിരിച്ച് മക്കയിലേക്ക് തന്നെ മടങ്ങിപ്പോയി എന്ന് ഉമ്മു സലമ റളിയല്ലാഹു അൻഹ അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അങ്ങനെ അവർ മദീനയിൽ എത്തിച്ചേരുന്നത് തൻ്റെ ഭർത്താവിനോടൊപ്പം. വിശ്വസിച്ചതിൻ്റെ പേരിൽ വലിയ ത്യാഗങ്ങൾ സഹിക്കേണ്ടി വന്ന അനവരതം സ്വഹാബിമാരുടെ ചരിത്രം നമ്മൾ വായിച്ചിട്ടുണ്ട്. അവരിൽ ചേർത്ത് വെക്കപ്പെടേണ്ടുന്ന ഒരാളാണ് നമ്മുടെയൊക്കെ ഉമ്മ കൂടിയായ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ എന്നറിയപ്പെടുന്ന ഉമ്മു സലമ റളിയല്ലാഹു അൻഹയും. ഒരു വർഷത്തെ വേർപാട് എന്നതൊരു ചെറിയ കാലമല്ല. 365 ദിവസം
തൻ്റെ ഹൃദയഭാജനമായിരുന്ന പ്രിയതമനെയും തൻ്റെ ആത്മാവിൻ്റെ കഷ്ണമായ തൻ്റെ പ്രിയ മകനെയും തൻ്റെ വിശ്വാസത്തിൻ്റെ പേരിൽ അകന്നു നിൽക്കേണ്ടി വരിക എന്നത് ഒരു വലിയ ത്യാഗമാണ്. ആ ത്യാഗം അവർക്ക് സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. മദീനയിലെത്തി ഒരു 2 വർഷം കഴിയുമ്പോഴേക്ക് അവരുടെ ഭർത്താവ് അബൂ സലമ റളിയല്ലാഹു അൻഹു മരണപ്പെടുകയാണ്. ബദർ യുദ്ധത്തിൽ വളരെ സജീവമായി പങ്കെടുത്ത ഒരാളാണ് അബൂ സലമ റളിയല്ലാഹു അൻഹു. ബദർ കഴിഞ്ഞ് ഹിജറ 3-ാം വർഷത്തിൽ വന്ന ഉഹുദിലും അദ്ദേഹം ഉണ്ടായിരുന്നു. പ്രവാചകനോടൊപ്പം സജീവമായി യുദ്ധക്കളത്തിൽ നിറഞ്ഞു നിന്നു. ഉഹുദ് യുദ്ധം അവസാനിക്കുമ്പോൾ മാരകമായ ഒരു മുറിവേറ്റുകൊണ്ടാണ് അബൂ സലമ റളിയല്ലാഹു അൻഹു യുദ്ധക്കളത്തിൽ നിന്ന് പിൻവാങ്ങുന്നത്. അദ്ദേഹത്തിന് വലിയൊരു പരിക്ക് പറ്റി. ആ പരിക്ക് പിന്നീട് തുന്നിക്കൂട്ടി അതിന് ചികിത്സിച്ചു. പക്ഷേ അത് പൂർണ്ണമായും ഫലപ്പെട്ടില്ല. അതിൽ ഇൻഫെക്ഷൻ വന്ന് വീണ്ടും ആ തുന്നിയത് തുറക്കുകയും ഇൻഫെക്ഷൻ എടുത്ത് ഒഴിവാക്കി വീണ്ടും തുന്നുകയും ഒക്കെ ചെയ്യേണ്ടി വന്നു. അതിൻ്റെ ഒരു പ്രയാസം കൊണ്ടാണ് അബൂ സലമ റളിയല്ലാഹു അൻഹു ഈ ലോകത്ത് നിന്ന് യാത്രയാകുന്നത്. അദ്ദേഹം വഫാത്താകുന്നതിൻ്റെ മുമ്പ് ഉമ്മു സലമ റളിയല്ലാഹു അൻഹയിൽ 3 മക്കൾ കൂടി അദ്ദേഹത്തിന് ഉണ്ടാകുന്നുണ്ട്. ദുർറ, ഉമർ, സൈനബ റളിയല്ലാഹു അൻഹും 3 മക്കൾ കൂടി. അതിൽ ഇവരൊക്കെ വളരെ പ്രഗത്ഭരാണ്. അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി വലിയ സേവനങ്ങൾ ചെയ്തവരാണ്. സൈനബ റളിയല്ലാഹു അൻഹ പ്രവാചകൻ തൻ്റെ സ്വന്തം മകളെപ്പോലെ വളർത്തിയ ഒരു കുട്ടിയായിരുന്നു സൈനബ റളിയല്ലാഹു അൻഹ. ഈ കുട്ടികളൊക്കെ ഒരാൾക്ക് 3 വയസ്സ്, ഒരാൾക്ക് 2 വയസ്സ്, ഒരാൾക്ക് 1 വയസ്സ് ആയിരുന്നു അബൂ സലമ റളിയല്ലാഹു അൻഹു വഫാത്താകുമ്പോൾ. പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമാണ് അദ്ദേഹത്തിൻ്റെ മയ്യത്ത് നമസ്കാരത്തിന് വേണ്ടി ഇമാമ് നിൽക്കുന്നത്. ചരിത്രത്തിൽ അപൂർവമായി നമുക്കൊരു കാഴ്ച അവിടെ കാണാം. സാധാരണ മയ്യത്ത് നമസ്കാരത്തിൽ 4 തക്ബീറുകളാണ് നമ്മൾ ചൊല്ലാറുള്ളത്. അല്ലാഹു അക്ബർ 4 തവണയാണ് നമ്മൾ കൈകൾ ഉയർത്തി കെട്ടാറുള്ളത്. അബൂ സലമ റളിയല്ലാഹു അൻഹുവിൻ്റെ മയ്യത്ത് നമസ്കരിച്ചപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം 9 തവണ തക്ബീറുകൾ ചൊല്ലി കൈകൾ ഉയർത്തി അഴിച്ചു കെട്ടി എന്ന് ചരിത്രത്തിൽ കാണാം. അതിനിടയിൽ റസൂൽ എന്ത് പ്രാർത്ഥനയാണ് ചൊല്ലിയത് എന്ന് നമുക്കറിയില്ല. തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട അമ്മായിയുടെ മകനും ഇസ്ലാമിനോടൊപ്പം ആദ്യമായി അണിനിരന്ന ഏറ്റവും പ്രഗത്ഭനായ ഒരു അനുചരനെ ഈ ലോകത്ത് നിന്ന് യാത്രയാകുമ്പോൾ ഗാർഡ് ഓഫ് ഓണർ കൊടുത്തത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ അപൂർവമായി മാത്രം. പ്രവാചകൻ മറ്റ് ചില ആളുകൾക്കും വേണ്ടി ഇങ്ങനെ നമസ്കരിച്ചതായി കാണാം. വളരെ അപൂർവമായി മാത്രം പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത ഒരു പ്രവർത്തനം നമുക്കവിടെ കാണാൻ സാധിക്കും. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്ത് നിന്ന് തൻ്റെ പ്രിയപ്പെട്ട അനുചരനെ അങ്ങനെ യാത്രയാക്കുന്നത്. ഉഹുദ് യുദ്ധത്തിൽ അബൂ സലമ റളിയല്ലാഹു അൻഹുവിന് പരിക്ക് പറ്റിയപ്പോൾ റസൂലുള്ളാ അദ്ദേഹത്തിനൊരു പ്രാർത്ഥന പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ജീവിതത്തിൽ എന്തെങ്കിലും അപകടം വരെ, ദുരന്തങ്ങൾ വരെയൊക്കെ ചെയ്യുമ്പോൾ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞതിന് ശേഷം അല്ലാഹുവേ, ഈ നഷ്ടത്തിന് പകരമായി ഇതിനേക്കാൾ മികച്ചത് എൻ്റെ ജീവിതത്തിൽ എനിക്ക് തരണം എന്നൊരു പ്രാർത്ഥന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഈ പ്രാർത്ഥന തൻ്റെ പ്രിയതമ ഉമ്മു സലമ റളിയല്ലാഹു അൻഹയ്ക്ക് കൂടി പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ അവരുടെ ജീവിതത്തിൽ താങ്ങാനാകാത്ത വിഷമങ്ങൾ വരുമ്പോൾ, പ്രയാസങ്ങൾ വരുമ്പോൾ ഇത് പ്രാർത്ഥിക്കൽ പതിവാണ്. അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട അവരുടെ ഭർത്താവ് ഈ ലോകത്ത് നിന്ന് അവരോട് വിട്ടുപോയപ്പോൾ അവർ അപ്പോഴും ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. പടച്ചവനെ, എനിക്ക് വലിയ നഷ്ടമാണ് ഉണ്ടായത്, ഇതിനേക്കാൾ എനിക്ക് സഹായകമാകുന്ന, ശക്തി കിട്ടുന്ന എന്തെങ്കിലും എനിക്ക് പകരം തരണമേ എന്ന് അവർ പ്രാർത്ഥിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രാർത്ഥന സ്വീകരിച്ചു. അങ്ങനെയാണ് റസൂലും അവരും തമ്മിലുള്ള വിവാഹത്തിലേക്ക് വരുന്നത്. പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ വിവാഹം ചെയ്യാൻ തീരുമാനിക്കുമ്പോൾ 4 കുട്ടികളുടെ മാതാവാണ്. 50-ലധികം വയസ്സ് പിന്നിട്ടിട്ടുണ്ട്. വാർദ്ധക്യത്തിലേക്ക് അവരെത്തിയിട്ടുണ്ട്. പ്രവാചകൻ വിവാഹം അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞതെന്നെ, അള്ളാഹുവിൻ്റെ റസൂലെ 3 കാര്യങ്ങൾ ആണ് എന്നെ അലട്ടുന്നത്, 3 വിഷയങ്ങളാണ് എനിക്കുള്ളത്. ഒന്ന്, ഞാനൊരു അസൂയാലുവായ സ്ത്രീയാണ്. ജാഹിലിയത്തിൽ അവിടുത്തെ പുരുഷന്മാരൊക്കെ നിരവധി ഭാര്യമാരെ സ്വീകരിക്കുന്നുണ്ട്. എൻ്റെ ഭർത്താവ് അബൂ സലമ അങ്ങനെയല്ല, അതെനിക്ക് സഹിക്കൂല. അള്ളാഹുവിൻ്റെ ഒരു പ്രത്യേകമായ നിയമങ്ങൾ പഠിപ്പിക്കുന്നതിന് വേണ്ടിയും
പ്രവാചകന് മാത്രമുള്ള ഒരു ഇളവായും പ്രവാചകനും മറ്റു ചില ഭാര്യമാരെ സ്വീകരിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ ഉള്ള ഇതിൽ എനിക്ക് ചിലപ്പോഴൊക്കെ ക്ഷമിക്കാനും അതിനോടിങ്ങനെ താതാത്മ്യപ്പെടാനും കഴിയാതെ വരുന്നൊരവസ്ഥ എനിക്കുണ്ടാകും. ഞാൻ ഒരല്പം അസൂയുള്ള സ്ത്രീയാണ് അള്ളാൻ്റെ റസൂലെ എന്ന് പറഞ്ഞു. പിന്നെ അവർ പറഞ്ഞത്, പ്രവാചകരെ, എനിക്ക് 4 കുട്ടികളുണ്ട്, ചെറിയ കുട്ടികളാണ്. എൻ്റെ കുടുംബം അവരെനിക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. പിന്നെ എൻ്റെ പ്രായം അതും 50 കടന്നിട്ടുണ്ട്, വാർദ്ധക്യത്തിലേക്ക് കടക്കുകയാണ് ഞാൻ. അള്ളാഹുവിൻ്റെ റസൂലെ, ഇത് 3മാണ് അങ്ങ് എന്നെ വിവാഹം അന്വേഷിക്കുമ്പോൾ എൻ്റെ മനസ്സിലൊരു പ്രയാസമായി ഉയർന്നു വരുന്നത് എന്ന് പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ആശ്വസിപ്പിച്ചു. അവരോട് പറഞ്ഞു, ഉമ്മു സലമ, നിങ്ങളുടെ മക്കൾ അതെൻ്റെയും മക്കളാണ്, അവർ എൻ്റെ കൂടി കുടുംബമാണ്, അവരെ ഞാൻ സംരക്ഷിക്കും. പ്രായം അത് എനിക്കുമുണ്ടല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും പ്രായം അത് 50 കടന്ന് വന്നിട്ടുണ്ട്, 50 അപ്പുറത്തേക്ക് എത്തിയിട്ടുണ്ട്. അപ്പം എനിക്കും പ്രായമുണ്ട്. പിന്നെ നിങ്ങളുടെ സ്വഭാവം അത് നിങ്ങൾ പരമാവധി ശ്രദ്ധിക്കുക. അള്ളാഹു അവൻ്റെ ദീനിലെ ചില കാര്യങ്ങൾ പഠിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ വിവാഹങ്ങൾ പ്രവാചകന് പ്രത്യേകമായി അനുവദിച്ചു കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് അതിനെ അങ്ങനെ ഉൾക്കൊള്ളുക എന്ന് പറഞ്ഞ് ആ വിവാഹം നടക്കുകയാണ്. പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലേക്ക് ഉമ്മു സലമ റളിയല്ലാഹു അൻഹ കടന്നു വരുന്നു. നേരത്തെ പറഞ്ഞതുപോലെ അവർ ഒരു പണ്ഡിതയായിരുന്നു, ബുദ്ധിമതിയായിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഹദീസുകൾ നമുക്ക് ലഭിക്കുന്നത് ആ മഹദിയിൽ നിന്നാണ്. ഇസ്ലാമിക ചരിത്രത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ചില ഭാഗങ്ങൾ നമുക്ക് കിട്ടുന്നത് അവരുടെ വിവരണങ്ങളിൽ നിന്നാണ്. ആ വിവരണങ്ങൾ അത് വളരെ ആകർഷകമായ അറബി ഭാഷയിലാണ്. അവരുടെ പാണ്ഡിത്യത്തിൻ്റെ ഒരു സവിശേഷത അതുകൂടിയായിരുന്നു. നല്ല ഭാഷ അവർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. റസൂലിൻ്റെ മരണത്തിന് ശേഷമൊക്കെ ചിലർ വന്ന് മതപരമായ വിഷയങ്ങളിൽ ഫത്വ ചോദിക്കുമ്പോൾ അവർ കൊടുക്കുന്ന മറുപടി നല്ല ശുദ്ധമായ അറബിയിൽ പ്രാസഭംഗിയുള്ള ഭാഷയിലായിരുന്നു. അതും വളരെ പ്രിസൈസായി ചുരുങ്ങിയ വാക്കുകളിൽ കാര്യങ്ങളെ ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കാനുള്ള ഒരു കഴിവ് അവർക്കുണ്ടായിരുന്നു. പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ യാത്രകളിലൊക്കെ ഭാര്യമാരെ കൂടെ കൂട്ടാറുണ്ട്. മിക്ക യാത്രകളിലും ആരെങ്കിലും ഉണ്ടാകും. അധിക യാത്രകളിലും പ്രവാചകനോടൊപ്പം ഉമ്മു സലമ റളിയല്ലാഹു അൻഹയെ കണ്ടെത്താൻ സാധിക്കും. ഹുദൈബിയ സന്ധി ആ യാത്ര പുറപ്പെട്ടപ്പോൾ റസൂലിൻ്റെ കൂടെ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ഉണ്ടായിരുന്നു. അവരാണ് വളരെ പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശം പ്രവാചകന് കൊടുക്കുന്നത്. ഉംറ നിർവഹിക്കണം എന്ന ആഗ്രഹത്തോടുകൂടി പ്രവാചകനോടൊപ്പം വന്ന 14,000 അദ്ദേഹത്തിൻ്റെ അനുചരന്മാർ, 14,000 ആണോ 1,400 ആണോ ഏതായിരുന്നാലും അത്ര അനുചരന്മാർ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. ഉംറ നിർവഹിക്കാൻ ഒരു അനുവാദവുമില്ല, നിങ്ങൾ തിരിച്ചു പോകണം എന്ന് ഖുറൈശ് നേതാക്കൾ അവർ വാശി പിടിക്കുകയാണ്. ആരാധന നിർവഹിക്കാൻ ഒരു വഴിയുമില്ല. ഇവർ വന്നതാണെങ്കിലോ ബലിയെറുക്കാനുള്ള ഒട്ടകങ്ങളെയും കൊണ്ട് ഇഹ്റാമിൽ പ്രവേശിച്ചുകൊണ്ടാണ് വന്നിട്ടുള്ളത്. മക്കയിൽ നിന്ന് അവർ ഹിജറ പോയതിനു ശേഷം 6 വർഷം കഴിഞ്ഞിട്ടുണ്ട്. കഅബ കാണാനും തങ്ങളുടെ നാട് കാണാനുമുള്ള വലിയ ആഗ്രഹം മനസ്സിൽ കൊണ്ടുകൊണ്ടാണ് മദീനയിൽ നിന്ന് യാത്ര പുറപ്പെട്ടു വന്നത്. അവരോടാണ് ഉംറ നിർവഹിക്കാൻ പറ്റൂല, ഞങ്ങൾ തിരിച്ചു പോകണം എന്ന് പറഞ്ഞത്. അത് വലിയ വേദന ഉണ്ടാക്കിയ ആളുകൾക്ക്. ഖുറൈശികളുമായി ഒരു സന്ധി സംഭാഷണത്തിലേക്ക് പ്രവാചകൻ പോയപ്പോൾ അവർ മുന്നോട്ട് വെച്ച ഒരുപാട് നിർദ്ദേശങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അംഗീകരിക്കുക കൂടി ചെയ്തതോടെ പലരും വലിയ വിഷമത്തിലായിരുന്നു. മുസ്ലിങ്ങളിൽ തന്നെ വളരെ പ്രഗത്ഭരായ സ്വഹാബിമാർ വലിയ മാനസിക വ്യതയോടുകൂടിയാണ് നിന്നത്. എന്ത് ചെയ്യണം എന്നറിയാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോലും പകച്ചു നിന്ന ഒരു സമയത്തിൽ റസൂലിനോട് ഉമ്മു സലമ റളിയല്ലാഹു അൻഹ എന്ന് പറയുന്നത്, പ്രവാചകരെ, നിങ്ങളിപ്പോൾ അധികം അവരോട് സംസാരിക്കേണ്ടതില്ല. ഇങ്ങനെ മാനസികമായി വിഷമിച്ച് നിൽക്കുന്ന ആളുകളോട് ഇപ്പോൾ സംസാരിച്ചതുകൊണ്ട് കാര്യമില്ല, നിങ്ങൾ പ്രവർത്തിക്കുകയാണ് വേണ്ടത്. നമ്മൾ കൊണ്ടുവന്ന ഒട്ടകങ്ങളെ നിങ്ങൾ ബലിയിറക്കുക, നിങ്ങളുടെ തല മുണ്ടനം ചെയ്യുക. നിങ്ങൾ തഹല്ലുലാകുന്നത് അവർക്ക് കാണിച്ചു കൊടുത്താൽ പിന്നെ അവരൊന്നും പറയില്ല, അള്ളാഹിൻ്റെ റസൂലെ എന്ന് ഉമ്മു സലമ റളിയല്ലാഹു അൻഹ അള്ളാഹുവിൻ്റെ റസൂലിനോട് ഒരു നിർദ്ദേശം വെക്കുകയും പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ നിർദ്ദേശം സ്വീകരിച്ചുകൊണ്ട് ബലിമൃഗങ്ങളെ അറുക്കുകയും തൻ്റെ തല മുണ്ടനം ചെയ്യുകയും ചെയ്തു. അപ്പോഴാണ് മറ്റനുചരന്മാർ കൂടി
പ്രവാചകൻ ചെയ്ത ആ നടപടി ഏറ്റെടുത്തുകൊണ്ട് ചെയ്യുന്നത്. ആ രൂപത്തിൽ പ്രവാചകനോടൊപ്പം പല സന്നിഗ്ധ ഘട്ടങ്ങളിലും അവരെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ പുരുഷന്മാർക്ക് മുഴുവനുണ്ട്. എന്താണ് അള്ളാഹുവിൻ്റെ റസൂലെ അങ്ങനെ എന്ന് പ്രവാചകനോട് ഇത്തരം ചോദ്യങ്ങൾ, സ്ത്രീപക്ഷ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്ന ഒരാൾ കൂടിയായിരുന്നു അവർ റസൂലിനോട് ആദ്യം ചോദിച്ച ചോദ്യം ഇതാണ്: പ്രവാചകരെ, എല്ലാം പുരുഷന്മാരെ അഡ്രസ്സ് ചെയ്തുകൊണ്ടാണല്ലോ ഖുർആൻ പറയുന്നത്, സ്ത്രീകളെ എന്തുകൊണ്ടാണ് ഒഴിവാക്കുന്നത് എന്ന് ചോദിച്ചു. അല്ലാണ്ട് റസൂൽ അപ്പം മറുപടി ഒന്നും പറഞ്ഞില്ല. കുറച്ച് കഴിഞ്ഞ് ഉമ്മു സലമ റളിയല്ലാഹു അൻഹ വീട്ടിലിരുന്ന് ഇങ്ങനെ മുടി വാരിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാ പ്രവാചകൻ മിമ്പറിൻ്റെ മേലെ കയറി സലാം ചൊല്ലുന്ന ഒച്ച കേൾക്കുന്നത്. ഉടൻ അവർ മുടിയൊക്കെ കെട്ടി നേരെ തൻ്റെ വീടിൻ്റെ ചുമരിൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ ചെവി വെച്ചു. പ്രവാചകൻ തൊട്ടപ്പുറത്ത് മിമ്പറിൻ്റെ മേലെ നിന്ന് സംസാരിക്കാൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോൾ അവതീർണമായ ഒരു ആയത്ത് ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. വിശുദ്ധ ഖുർആനിലെ 33-ാം അധ്യായം സൂറ അഹ്സാബിലെ 35-ാമത്തെ ആയത്ത്, ഇന്നൽ മുസ്ലിമീന വൽ മുസ്ലിമാത്തി വൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് എന്നിങ്ങനെ പറഞ്ഞ് സുദീർഘമായി എണ്ണി 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 പറഞ്ഞ് വരുന്നൊരായത്ത്. ആ ആയത്തിൻ്റെ അവസാനത്തിൽ അള്ളാഹു പറയാണ്, ലഹും മഗ്ഫിറത്തുൻ വ അജ്റുൻ അളീം. അവർക്ക് മഗ്ഫിറത്തുണ്ട്, മഹത്തായ പ്രതിഫലമുണ്ട്. ആർക്കൊക്കെ? മുസ്ലിങ്ങളായ പുരുഷന്മാർ, മുസ്ലിങ്ങളായ സ്ത്രീകൾ, മുഅ്മിനുകളായ പുരുഷന്മാർ, മുഅ്മിനുകളായ സ്ത്രീകൾ, സ്വാദിഖീങ്ങളായ സത്യസന്ധന്മാരായ പുരുഷന്മാർ, സത്യസന്ധന്മാരായ സ്ത്രീകൾ, ക്ഷമ കൈക്കൊള്ളുന്ന പുരുഷന്മാർ, ക്ഷമ കൈക്കൊള്ളുന്ന സ്ത്രീകൾ, നോമ്പ് നോൽക്കുന്ന പുരുഷന്മാർ, നോമ്പ് നോൽക്കുന്ന സ്ത്രീകൾ എന്നിങ്ങനെ എണ്ണി 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 സ്ത്രീയെയും പുരുഷനെയും അവരുടെ ആരാധനകളിലെ ഓരോ കാര്യങ്ങളെയും വ്യത്യസ്തമായി എടുത്തു പറഞ്ഞുകൊണ്ട് അള്ളാഹു പറയാണ്, അവർക്കൊക്കെ മഹത്തായ പ്രതിഫലവും പാപമോചനവും ഉണ്ട്. ആണോ പെണ്ണോ എന്നതിൽ ഇസ്ലാമിൽ വേർതിരിവില്ല. ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ ചോദ്യത്തിന് മറുപടിയായിക്കൊണ്ട് അള്ളാഹു അവതരിപ്പിച്ച് നൽകിയ വിശുദ്ധ വചനമായിരുന്നു അത്. ആ രൂപത്തിൽ അള്ളാഹുവിൻ്റെ ദീനുമായി ഏറെ അടുത്തു നിൽക്കുകയും ദീനിനു വേണ്ടി വലിയ സേവനങ്ങൾ ചെയ്യുകയും ചെയ്ത ഒരു മഹദിയായിരുന്നു ഉമ്മു സലമ റളിയല്ലാഹു അൻഹ. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിമ റളിയല്ലാഹു അൻഹയും ഹസനും ഹുസൈനും എല്ലാവരും കൂടി ഇങ്ങനെ കൂടി നിൽക്കുന്ന, റളിയല്ലാഹു അൻഹും എല്ലാവരും ഇങ്ങനെ കൂടി നിൽക്കുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവേ, അഹ്ലു ബൈത്തിന് നീ നിന്റെ സമാധാനം വർഷിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ തൊട്ടപ്പുറത്ത് ഉമ്മു സലമ റളിയല്ലാഹു അൻഹയും സൈനബ അവരുടെ മകളും നിൽക്കുന്നുണ്ടായിരുന്നു. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പ്രവാചകന്റെ അടുക്കലേക്ക് വന്ന് ചോദിച്ചു, അള്ളാഹുവിൻ്റെ ദൂതരെ, അവർ കരഞ്ഞത് കണ്ടപ്പോൾ റസൂൽ അങ്ങോട്ട് ചെന്നപ്പോഴാണ് അവർ ചോദിച്ചത്, അള്ളാഹുവിൻ്റെ റസൂലെ, അഹ്ലു ബൈത്തിൽ ഞങ്ങളില്ലേ? ഫാത്തിമയും അലിയും ഹസനും ഹുസൈനും റളിയല്ലാഹു അൻഹും അവർ മാത്രമേ ഉള്ളൂ എന്നവർ ചോദിച്ചു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ല ഉമ്മു സലമ, നിങ്ങളും നിങ്ങളുടെ മകൾ സൈനബയും അഹ്ലു ബൈത്തിൽ ഉണ്ട് എന്ന് പ്രവാചകൻ അവരെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറയുകയും ചെയ്തു. അപ്പോൾ വളരെ ഇസ്ലാമിനോട് പ്രതിബദ്ധതയുള്ള, അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി നിലകൊണ്ട ഒരു മഹത് വനിതയായിരുന്നു ഉമ്മു സലമ റളിയല്ലാഹു അൻഹ. ഈ ദീനിലേക്ക് കടന്നു വന്നതിൻ്റെ പേരിൽ വളരെ വലിയ ത്യാഗങ്ങൾ, ഒരു പ്രമുഖമായ ഖുറൈശ് കുടുംബത്തിലെ ഗോത്രത്തലവൻ്റെ മകളായിരുന്നിട്ട് കൂടി വലിയ ത്യാഗങ്ങൾ ഈ ദീനിനു വേണ്ടി അവർക്ക് സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. അള്ളാഹു അവരിൽ നിന്ന് അതൊക്കെ സ്വീകരിക്കുമാറാകട്ടെ, അവരിൽ നിന്നുള്ള നന്മകൾ പകർത്തി മുന്നോട്ട് പോകാൻ നമ്മയും അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ പ്രവാചക ജീവിതത്തിലുള്ള മറ്റൊരു സ്ത്രീയാണ് ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹ. ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹയ്ക്ക് ഇസ്ലാമിക ചരിത്രത്തിൽ ഒരു സവിശേഷതയുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തിലേക്ക് ജനിച്ചു വീഴുമ്പോൾ, ഒരു കുട്ടി ജനിച്ചു വീഴുന്ന കരച്ചിലോടുകൂടി പ്രവാചകൻ ഈ ലോകത്തിലേക്ക് കടന്നു വരുന്ന സമയത്ത് പ്രവാചകൻ ജന്മം കൊണ്ട ആ മുറിയിൽ സന്നിഹിതരായിരുന്നു ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹ. അള്ളാഹുവിൻ്റെ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്ത് നിന്ന് വഫാത്താകുന്ന 63 വർഷം കഴിഞ്ഞ് ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ദേഹവിനിയോഗം നടക്കുന്ന സമയത്ത് ആ മുറിയിലും ദുഃഖാർത്തയായിക്കൊണ്ട് ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹയുണ്ട്. റസൂലിൻ്റെ ജനന സമയത്തും റസൂലിൻ്റെ മരണസമയത്തും പ്രവാചകന്റെ ജീവിതത്തിലുണ്ടായിരുന്ന ഏക സ്ത്രീ എന്ന് ഇസ്ലാമിക ചരിത്രത്തിൽ പറയാവുന്ന വനിതയാണ് ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹ. അവരുടെ യഥാർത്ഥ പേര് ബറക്ക എന്നാണ്. ബറക്ക ബിൻത് സഅലബ ഒരു അബിസീനിയക്കാരിയായിരുന്നു. അടിമ വംശത്തിൽപ്പെട്ട ഒരു സ്ത്രീയായിരുന്നു.
അബ്ദുള്ള, പ്രവാചകന്റെ പിതാവ് അബ്ദുള്ള മരണപ്പെടുന്ന സമയത്ത് അനന്തരമായി ആമിനക്ക് ലഭിച്ചത് 5 ഒട്ടകങ്ങളും ഏതാനും ആടുകളും ഒരു അടിമ സ്ത്രീയുമായിരുന്നു. ആ അടിമ സ്ത്രീയാണ് ബറക്ക ബിൻത്ത് സഅലബ എന്നറിയപ്പെടുന്ന, പിന്നീട് ചരിത്രത്തിൽ ഉമ്മു ഐമൻ എന്ന പേരിൽ പ്രശസ്തയായ ഒരു വനിത. അവര് റസൂലിന്റെ ജീവിതത്തിൽ ജനനം മുതൽ മരണം വരെ പ്രവാചകന്റെ ജീവിതത്തിൽ കൂടെ നിന്നൊരു മഹദിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുന്നതിന് മുമ്പ് പിതാവ് ഈ ലോകത്തു നിന്ന് യാത്ര പറഞ്ഞിട്ടുണ്ട്. പിതാവിന്റെ അടിമ സ്ത്രീ എന്ന രീതിയിൽ അബ്ദുള്ള കച്ചവടത്തിന് വേണ്ടി ആമിനയെ വിട്ടുപോയപ്പോ ആമിന ഉടൻ തന്നെ ഗർഭിണിയാകാണ്. ഗർഭിണിയായ ഭാര്യ ആ വിവരം അബ്ദുള്ളയെ അറിയിക്കാൻ വേണ്ടി കച്ചവട യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുന്ന അബ്ദുള്ളയെ പ്രതീക്ഷിച്ച് വീടിന്റെ പുറത്ത് എല്ലായ്പ്പോഴും വന്നു നോൽക്കുന്ന ഒരു പെൺകുട്ടിയായിരുന്നു ബറക്ക. എന്നും വഴിയിലേക്ക് നോക്കി നിൽക്കും, അബ്ദുള്ള വരുന്നില്ല. അവസാനം അറിയുന്നത് അബ്ദുള്ളയുടെ മരണവിവരമാണ്, മരണപ്പെട്ടിരിക്കുന്നു. ആമിന അങ്ങേയറ്റം വിഷമിപ്പിക്കുകയാണ്. ആ വിഷമത്തിൽ അവരെ ആശ്വസിപ്പിക്കാൻ കൂടെയുണ്ടായിരുന്നത് ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹയാണ്, ബറക്ക ബിൻത്ത് സഅലബ. പ്രവാചകന്റെ ജീവിതത്തിലെ ഓരോ സന്നിഗ്ധ ഘട്ടങ്ങളിലും ഈ മഹദിയെ നമുക്ക് ചരിത്രത്തിൽ കണ്ടെത്താൻ സാധിക്കും. പിന്നീട് ആമിന തൻ്റെ മകനെയും കൊണ്ട് 2 വർഷത്തെ മുലകുടി കഴിഞ്ഞ് ഹലീമ റളിയല്ലാഹു അൻഹയിൽ നിന്ന് തിരിച്ചു വരുന്ന പ്രവാചകൻ പിന്നീട് 1 വർഷം കൂടി മുല കുടിക്കാൻ വേണ്ടി അവർ മകനെ ആവശ്യപ്പെട്ടു. ആമിന നൽകി. 3 വർഷം കഴിഞ്ഞ് തൻ്റെ മകൻ തിരിച്ചു വന്നപ്പോൾ പിന്നെ മകനോടൊപ്പം തൻ്റെ കുടുംബക്കാരെ കാണാൻ വേണ്ടി യത്രിബിലേക്ക് പോകുന്നുണ്ട് ആമിന. ആമിനയോടൊപ്പം കൂടെയുള്ളത് ഉമ്മു ഐമനായിരുന്നു. കുടുംബക്കാരെയൊക്കെ കണ്ട് അബ്ദുള്ളയുടെ ഖബർ ആ ഭാഗവും കണ്ട് യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴിക്ക് അൽ അബവാ എന്നറിയപ്പെടുന്ന സ്ഥലത്ത് വെച്ച് ആമിന ഈ ലോകത്ത് നിന്ന് യാത്ര പറയുകയാണ്. ജനിക്കുന്നതിൻ്റെ 6 മാസങ്ങൾക്ക് മുമ്പ് പിതാവ് നഷ്ടപ്പെട്ട, ജനിച്ച 6 വയസ്സാകുമ്പോഴേക്ക് മാതാവും നഷ്ടപ്പെടുന്ന, 2 രീതിയിലും അനാഥത്വത്തിലേക്ക് തള്ളപ്പെടുന്ന പ്രവാചകൻ ഉമ്മ മരിച്ച് ഒരു യാത്രക്കിടയിൽ ഒറ്റപ്പെട്ട് നിൽക്കുന്ന പ്രവാചകനെ ആശ്വസിപ്പിച്ച് അബവായിൽ നിന്ന് മക്ക വരെ പ്രവാചകനെ നെഞ്ചോട് ചേർത്ത് കൊണ്ടുവരുന്ന മഹദിയാണ് ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹ. ഉമ്മ നഷ്ടപ്പെട്ട ആ ബാലനെ എല്ലാ സ്നേഹവും പരിലാളനയും കൊടുത്ത് അവർ കൊണ്ടുവരാൻ. പിന്നെ അവരാണ് ഉമ്മയുടെ സ്ഥാനത്ത് നിന്ന് ആ മകനെ നോക്കുന്നത്. വല്ലിപ്പ അബ്ദുൽ മുത്തലിബിന്റെ കൈകളിലെത്തുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. 2 വർഷം കഴിഞ്ഞ് വല്ലിപ്പയും മരണപ്പെടുന്നു. തനിക്ക് ആശ്വാസമായിരുന്ന വല്ലിപ്പ കൂടി ഈ ലോകത്ത് നിന്ന് യാത്ര പോവുകയാണ്. പ്രവാചകന്റെ വേദനയിൽ ആശ്വസിപ്പിക്കാൻ കൂടെയുള്ളത് ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹ. അവർ പ്രവാചകനെ വീണ്ടും തൻ്റെ നെഞ്ചോട് ചേർത്തു. പിന്നീട് പ്രവാചകന്റെ സംരക്ഷണം അബൂ ത്വാലിബിന് ലഭിക്കുന്നു. ആ വീട്ടിലേക്ക് പോയ പ്രവാചകൻ പിന്നീട് അവിടെ വളരാണ്. ആ കുട്ടികൾക്കിടയിൽ വളരുമ്പോഴും ആ കുട്ടിയുടെ മുഹമ്മദിന്റെ ജീവിതത്തെ എല്ലായ്പ്പോഴും അന്വേഷിക്കുകയും അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളിൽ പ്രത്യേക ശ്രദ്ധ പുലർത്തുകയും ചെയ്തു വന്നിരുന്ന ഒരു വനിതയാണ് ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹ. പിന്നീട് പ്രവാചകന്റെ വിവാഹം വരെ 25 വയസ്സിലാണ് പ്രവാചകൻ വിവാഹം കഴിക്കുന്നത്. തൻ്റെ ദാമ്പത്യം മാറ്റിവെച്ച്, തൻ്റെ ജീവിതത്തിലെ എല്ലാ സുഖങ്ങളെയും മാറ്റിവെച്ച് മുഹമ്മദിന്റെ സംരക്ഷണത്തിലും അദ്ദേഹത്തിന്റെ വളർച്ചയിലും മാത്രം ശ്രദ്ധയൂന്നിയ ഒരു സ്ത്രീ ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹ. റസൂലും ഖദീജ റളിയല്ലാഹു അൻഹയും തമ്മിലുള്ള വിവാഹം നടന്നതിന് ശേഷമാണ് പിന്നെ അവർ വിവാഹം കഴിക്കുന്നത്. അത് തന്നെ റസൂൽ നിർബന്ധിച്ചിട്ട്, ഇനി നിങ്ങൾ വിവാഹം കഴിക്കണം. പ്രവാചകൻ വളരെ സ്നേഹത്തിൽ അവരെ ഉമ്മ ഉമ്മ എന്ന് വിളിക്കാറുണ്ട്. പ്രവാചകൻ പറഞ്ഞു, ഉമ്മ നിങ്ങൾ വിവാഹം കഴിക്കണം. അങ്ങനെയാണ് ഉബൈദുല്ല ഇബ്നു സഅദ് എന്ന് പറയുന്ന ഒരു മനുഷ്യനെ അവർ വിവാഹം കഴിക്കുന്നത്. ആ വിവാഹത്തിൽ അവർക്കുണ്ടാകുന്ന കുട്ടിയാണ് ഐമൻ എന്ന ആൺകുട്ടി. പിന്നീട് അവർ ചരിത്രത്തിൽ ആ മകന്റെ പേരിലാണ് അറിയപ്പെടുന്നത്, ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹ. അവർ വേറെയും ഒരു കുട്ടിയെ ജനിക്കുന്നുണ്ട് കേട്ടോ. വളരെ പ്രഗത്ഭനായ ഒരു മകൻ കൂടി അവർക്കുണ്ട്. ഈ ഭർത്താവിലല്ല, മറ്റൊരാളിൽ. അത് നമുക്ക് വഴിയെ പറയാം. പിന്നീട് പ്രവാചകൻ ഇസ്ലാമിക പ്രബോധനം ആരംഭിച്ചപ്പോ ഉബൈദ് ഇസ്ലാം സ്വീകരിക്കാൻ തയ്യാറായില്ല. അയാൾ ഇസ്ലാം സ്വീകരിച്ചില്ല. അവസാനം ഉമ്മു ഐമൻ തൻ്റെ കരങ്ങളിലൂടെ വളർന്നു വന്ന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവൻ കൊണ്ടുവരുന്നത് ഒരു കള്ള വാർത്തയായിരിക്കില്ല, അവൻ സത്യം മാത്രമേ പറയുകയുള്ളൂ, എൻ്റെ മകൻ പറയുന്നത് സത്യമാണ് എന്ന് മനസ്സിലാക്കി അള്ളാഹുവിൻ്റെ റസൂലിനോടൊപ്പം അവർ ഉറച്ചു നിന്നു.
അവരെ ഉപേക്ഷിച്ചു പോകാണ് ഉബൈദുള്ള ഇബ്നു സഅദ്. ഉമ്മു ഐമനെയും ഉപേക്ഷിച്ചു പോയി. അവർ വീണ്ടും ഒറ്റപ്പെടുകയാണ്. എന്നാലും അള്ളാഹുവിൻ്റെ റസൂലിനോടൊപ്പം റസൂലിൻ്റെ കൂടെ നിലകൊള്ളാൻ അവർ തീരുമാനിച്ചു. പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് നിശ്ചയിച്ചു കൊടുക്കുന്നൊരു വിവാഹമാണ് തൻ്റെ വളർത്തു മകൻ സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹു. സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹു അവരെ വിവാഹം കഴിക്കുന്നുണ്ട്. അതിൽ അവർക്കുണ്ടാകുന്ന മകനാണ് ഉസാമ ബിൻ സെയ്ദ്. ചരിത്രത്തിൽ വളരെ പ്രഗത്ഭനായ ഒരു മനുഷ്യൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്ന സമയത്ത് സിറിയൻ സൈന്യത്തെ ആക്രമിക്കുന്നതിന് വേണ്ടി ഒരു പടയെ പ്രവാചകൻ അയച്ചത് ഉസാമ ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിലായിരുന്നു. അന്ന് അദ്ദേഹത്തിന് 17 വയസ്സേ പ്രായമുള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ സ്നേഹപൂർവ്വം ഉസാമയെ വിളിക്കാറുള്ളത് ഇബ്നുൽ ഹിബ്ബ് എന്നായിരുന്നു. എൻ്റെ ഇഷ്ടത്തിൻ്റെ മകനെ. റസൂൽ ഹിബ്ബ് എന്ന് വിളിക്കാറുള്ളത് സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹുവിനെയാണ്. എങ്ങനെയാണ് ആ വിവാഹം നടക്കുന്നത്? ഒരിക്കൽ സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹു പ്രവാചകനെ കാണാൻ വീട്ടിലേക്ക് വന്നപ്പോൾ ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹ അവിടെയുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വർഗീയ സ്ത്രീകളിൽപ്പെട്ട ഒരാളെ നിങ്ങൾക്ക് വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഉമ്മു ഐമൻ അവരെ നിങ്ങൾ വിവാഹം കഴിക്കുക എന്ന് റസൂൽ പറഞ്ഞു. പ്രവാചകന്റെ ആ വാചകം കേട്ടതും സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹു ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹയെ വിവാഹം കഴിക്കാൻ തയ്യാറാകാണ്. അങ്ങനെയാണ് ആ വിവാഹം നടക്കുന്നത്. അതിലാണ് അവർക്ക് ഉസാമ ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു ജനിക്കുന്നത്. ആ സ്ത്രീ അവരെ ഇസ്ലാമിക ചരിത്രത്തിൽ പ്രവാചകന്റെ സന്നിഗ്ധ ഘട്ടങ്ങളിലൊക്കെ നമുക്ക് കണ്ടെത്താം. പ്രവാചകന്റെ ജീവിതത്തിൽ അദ്ദേഹം ഏറ്റവും വേദനിച്ച മറ്റൊരു വർഷമുണ്ട്. ദുഃഖത്തിന്റെ വർഷം, ദ ഇയർ ഓഫ് സോറോ എന്ന് പ്രവാചക ചരിത്രത്തിൽ നമുക്ക് കാണുന്ന ആമുൽ ഹുസൻ എന്ന് പറയപ്പെടുന്ന ഒരു വർഷം. പ്രവാചകന്റെ പ്രിയതമ ഖദീജ ബിൻത് ഖുവൈലിദ് റളിയല്ലാഹു അൻഹ വഫാത്തായി. അതേ വർഷത്തിൽ തന്നെ പ്രവാചകന്റെ അമ്മാവൻ അബൂ താലിബ് അവരും മരണപ്പെട്ടു. പ്രവാചകന് എന്തെല്ലാം പ്രയാസങ്ങൾ ഉണ്ടായിരുന്നപ്പോഴും ആ പ്രയാസങ്ങളിലൊക്കെ ആശ്വാസമൊരുക്കിയ ഒരു വൃക്ഷത്തണലായിരുന്നു ഖദീജ റളിയല്ലാഹു അൻഹ. എപ്പം വീട്ടിലേക്ക് കയറി വന്നാലും പ്രവാചകന്റെ വിഷമങ്ങൾക്ക് ഒരു ആശ്വാസം അവിടെയുണ്ട്. പ്രവാചകന് പുറത്ത് ഖുറൈശികളിൽ നിന്നുള്ള അക്രമങ്ങളെ പ്രതിരോധിച്ച് നിർത്തിയ ഒരു ശക്തി ദുർഗമായിരുന്നു അബൂ താലിബ്. അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചിട്ടില്ലെങ്കിലും അള്ളാഹുവിന്റെ റസൂലിനോട് അങ്ങേയറ്റത്തെ സ്നേഹമുണ്ടായിരുന്ന ഒരാളാണ്. അദ്ദേഹത്തിന്റെ ഭാര്യ ഫാത്തിമ ബിൻത് അസദ് റളിയല്ലാഹു അൻഹ ആദ്യത്തിൽ ഇസ്ലാം സ്വീകരിച്ച ഒരാൾ കൂടിയാണ്. തന്റെ ഭാര്യ ഇസ്ലാം സ്വീകരിച്ചു. അവരെ മതത്തിൽ നിന്ന് പുറത്താക്കാൻ ശ്രമിച്ചിട്ടില്ല. അവരുടെ വിശ്വാസമനുസരിച്ച് ജീവിക്കാൻ സ്വാതന്ത്ര്യം നൽകുകയും തൻ്റെ മക്കളെ മുഴുവൻ അഖീൽ, ജഅഫർ, അലി, അതുപോലെ തുടങ്ങിയ താലിബ്, ഇങ്ങനെ തുടങ്ങിയ മക്കളെയെല്ലാം അവരിൽ പലരും അള്ളാഹുവിന്റെ മാർഗം തെരഞ്ഞെടുത്തപ്പോൾ അവരെ ഒന്നും നിരുത്സാഹപ്പെടുത്താതിരുന്ന ഒരു പിതാവായിരുന്നു അബൂ താലിബ്. ഈ രണ്ടാളുകൾ മരിച്ചു, ഖദീജയും അബൂ താലിബും. ആ വർഷത്തിൽ പ്രവാചകൻ വല്ലാതെ വിഷമിച്ചു. പ്രവാചകൻ ആശ്വസിപ്പിക്കാൻ കൂടെയുണ്ടായിരുന്നത് ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹയായിരുന്നു, ബറഖ ബിൻത് സഅലബ. അങ്ങനെ തുടങ്ങി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ എല്ലാ സന്തോഷങ്ങളിലും ദുഃഖങ്ങളിലും പ്രവാചകൻ ഏതൊക്കെ സമയങ്ങളിൽ ഒറ്റപ്പെടൽ അനുഭവിച്ചിട്ടുണ്ടോ അപ്പോഴൊക്കെ അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെ നിൽക്കുക, പ്രവാചകന് വേണ്ടി ആശ്വാസമൊരുക്കുക, അത് ചെയ്തൊരു മഹത് വ്യക്തിയാണ് ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹ. അള്ളാഹുവിന്റെ ദീനിനോടുള്ള അവരുടെ ഒരു താല്പര്യവും അവരുടെ അതിനോടുള്ള അടങ്ങാത്ത ഒരു വാഞ്ചയും ചരിത്രത്തിൽ അത്ഭുതപ്പെടുത്തുന്നതാണ്. ഈ സ്ത്രീകൾ, അവര് മഹദികൾ, അവര് അള്ളാഹുവിന്റെ ദീനിനെ താങ്ങി നിർത്തിയവരാണ്. അവരിൽ നമുക്ക് വലിയ മാതൃകയുണ്ട്. അവരിൽ നിന്നൊക്കെ മാതൃക സ്വീകരിച്ചുകൊണ്ട് ഈ വിശുദ്ധ റമദാനിൽ നാം സ്വീകരിച്ചിട്ടുള്ള സത്യസാക്ഷ്യത്തെ കൂടി അള്ളാഹുവിന്റെ മാർഗത്തിൽ ജ്വലിപ്പിച്ചു നിർത്താൻ നമുക്ക് സാധിക്കണം. അതിന് അള്ളാഹു നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ ഒത്തുചേരലും അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള പ്രവർത്തനങ്ങളും നമ്മളിൽ നിന്ന് സ്വാലിഹായ കർമ്മങ്ങളായി സ്വീകരിക്കുമാറാകട്ടെ. നാളെ പരലോകത്തിൽ നന്മയുടെ തുലാസിൽ കനം തൂങ്ങുന്ന അമലുകളായി അള്ളാഹു ഇത് നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. പടച്ചവനെ, ഞങ്ങളിൽ നിന്ന് വന്നുപോയിട്ടുള്ള മുഴുവൻ തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്ക് നീ പൊറുത്തു മാപ്പാക്കി തരണമേ. ഇതുപോലെ സ്വർഗത്തിൽ ചേർന്നിരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്കെല്ലാം നൽകി നീ അനുഗ്രഹിക്കണമേ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ.
ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.